ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വെൽക്കം ടു മൈ ആർട്ട് സ്റ്റോറി. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ആർട്ട് നമുക്ക് തുടങ്ങാം അല്ലേ? എല്ലാവരും റെഡിയല്ലേ? സിറപ്പ് കുടിക്കുന്ന ക്യാപ്പ് ഉണ്ടെങ്കിൽ ഓടിപ്പോയി എടുത്തിട്ട് വാ. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുത്താലും മതി. ശേഷം നമുക്ക് പേപ്പർ ഇതുപോലെ മടക്കി അതിൻ്റെ ഉള്ളിലായിട്ട് എടുത്ത് വെക്കണം. പിന്നെ നമ്മുടെ ഈ ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ അത് കുത്തനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പി നമുക്കിതുപോലെ വളച്ചൊന്ന് വെക്കാം. ശേഷം നമ്മൾ ഓറഞ്ച് കളർ ക്ലേ എടുത്ത് ഉരുട്ടി പരത്തി ഇതേപോലെ ഒന്ന് പാട് വരുത്തുന്നുണ്ട്. ഇനി നമുക്ക് യെല്ലോ കളർ ക്ലേ എടുത്ത് കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുത്ത് ജസ്റ്റ് ഒന്ന് കൈവച്ച് പരത്തിയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് ഇതളുകൾക്ക് ഇതേപോലെ വരയിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ നന്നായിട്ടൊന്ന് പശ തേച്ച് കൊടുക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച സ്റ്റാൻഡിൻ്റെ മുകളിലായി നമുക്ക് കുറച്ച് ബ്രൗൺ കളർ ക്ലേ കൊടുത്തതിന് ശേഷം ഗ്രീൻ കളർ ക്ലേ എടുത്ത് ഉരുട്ടി ആ കമ്പി കൂടെ നമുക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആ സൺഫ്ലവറിനെ പശ വെച്ച് ഈ സ്റ്റെമ്മിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിനി അടുത്തത് ഇലയാണ് വേണ്ടത്. ഇലയ്ക്ക് വേണ്ടിയിട്ട് ഗ്രീൻ കളർ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടിയിട്ട് ഇലയുടെ ഷേപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ഇലയുടെ ആ വെയിൻസിൻ്റെയൊക്കെ ആ ഒരു മാർക്ക് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച എല്ലാം ഒന്ന് നമുക്ക് പശ വെച്ച് ആ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. കൂട്ടുകാരുടെ കയ്യിൽ ക്ലേ കൂടുതലുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ആ ഒരു ക്യാപ്പ് മൊത്തം ക്ലേ വെക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ പകുതിയാണ് ക്ലേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ആ ബോട്ടിൽ ക്യാപ്പിന് ബ്ലൂ കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺഫ്ലവർ വേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലേ ഉള്ള കൂട്ടുകാർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.